ഹായ് ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് ഇന്നലത്തെ കേക്കിൻ്റെ ബാക്കി വീഡിയോയാണേ. ഞാനൊരു പാട്ടൊക്കെ ഇട്ട് റീലിടാമെന്ന് വിചാരിച്ചാണ് എഡിറ്റ് ചെയ്തത്. അപ്പോഴത്തേക്കാണ് എൻ്റെ ബീറ്ററിൻ്റെ കാര്യം എന്തായി എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ബാക്കിയും കൂടി ഇതിൽ തന്നെ പറയാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ മോൻ പഠിക്കുന്നത് ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ കടമ്പാട്ടുകോണത്താണ് കേട്ടോ. അവൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോഴും ഞാനും എൻ്റെ രണ്ടാമത്തെ മോനും കൂടെയാണ് കൊണ്ടുപോയത് കേട്ടോ. കാര്യം വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി. അപ്പോൾ അതുകൊണ്ടിട്ട് അവനെയും കൂടെ കൊണ്ടുപോയി. അവന് ഉച്ചയ്ക്ക് ശേഷം വരുന്ന എക്സാം. അപ്പോഴും സ്കൂളിലെത്തിയപ്പോഴത്തേക്കും മക്കൾക്കെല്ലാം നമ്മളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിട്ടോ. ബർത്ത്ഡേ കാരൻ മാത്രം പിന്നെ മര്യാദ കുട്ടിയായിട്ടിരുന്ന് നല്ല കണക്ക് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിട്ട് ഊട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് സാറ് വന്ന് ടീച്ചേഴ്സും എല്ലാവരും കൂടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. സാറിനും മാമിനും ഒക്കെ അവൻ കേക്ക് വെച്ച് കൊടുത്ത്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അവൻ മോൻ കൊണ്ടുപോയിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഓരോ പീസ് വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് അവിടെ ഇരുന്നും കൊണ്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടേ അവൻ വിളിച്ചു പറയണേ, എടാ അളിയാ, ഞാൻ നിൻ്റെ അളിയനാണെടാ, നീ അതുകൊണ്ട് എനിക്ക് 2 പീസ് തരണം കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ചിരിച്ചു പോയി കേട്ടോ. അപ്പം മക്കളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബീറ്ററിൻ്റെ ഇത് ഇന്നലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് രാവിലെ തന്നെ കോളുകൾ വന്നു. ഇത് ബോർഡ് അയച്ചു തരാം, നമ്മൾ ചെയ്യാനായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര രൂപയാവുമെന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പോഴും പിന്നെ ഇക്ക പറഞ്ഞ് എന്തായാലും വാങ്ങിയാലേ പറ്റൂ. അപ്പം പിന്നെ ഞാൻ എന്തായാലും ഒന്ന് ഊരി നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റർ ആയിരുന്നു പോയത്. അങ്ങനെ ഇവിടെ ഇരുന്ന വേറെ എന്തോ സാധനത്തിൻ്റെ ഒരു കപ്പാസിറ്റർ എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആയി കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 1200 രൂപ ലാഭമായി. അപ്പോൾ താങ്ക് യു ഇക്ക.